മോർണിംഗ് വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഫാർമസി ടോപ്പിക്സ് മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 6th സെമിസ്റ്റർ ബിഫാം മെഡിസിനൽ കെമിസ്ട്രി 3 ആൻറ്റിബയോട്ടിക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് ആൻറ്റിബയോട്ടിക്സ്. It is a chemical compound that inhibit or abolishes the growth of microorganisms such as bacteria, fungi or protozoan. അതായത് ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെയാണ് ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ലിവിങ് ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള ഏതൊരു കോമ്പൗണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിബയോട്ടിക്സ് എന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കോമൺ ടേംസ് ആണ് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി പാരസൈറ്റൽ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ കെമിക്കൽ സ്ട്രക്ചർ, സ്പെക്ട്രം ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ. Based on chemical structure, antibiotics can be classified into beta-lactam antibiotics, aminoglycosides, tetracycline, macrolides, polypeptides. Beta-lactam antibiotics അതിന് എക്സാമ്പിൾ ആണ് പെൻസിലിൻ, സെഫലോസ്പോറിൻ, കാർബപീനം. അമിനോഗ്ലൈക്കോസൈഡ്സിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസിൻ, നിയോമൈസിൻ ആൻഡ് കാനാമൈസിൻ. ടെട്രാസൈക്ലിൻ്റെ എക്സാമ്പിൾ ആണ് ക്ലോർ ടെട്രാസൈക്ലിൻ, മെതാസൈക്ലിൻ, ഡോക്സിസൈക്ലിൻ. മാക്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണ് എറിത്രോമൈസിൻ, അസിത്രോമൈസിൻ, ഡിറിത്രോമൈസിൻ. പോളിപെപ്റ്റൈഡ്സിന് എക്സാമ്പിൾ ആണ് ബാസിട്രസിൻ, ഡാപ്റ്റോമൈസിൻ. ബേസ്ഡ് ഓൺ സ്പെക്ട്രം, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആൻഡ് നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ. നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ആണ് പെനിസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ. ബേസ്ഡ് ഓൺ മെക്കാനിസം, ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് ബാക്ടീരിയോസിഡൽ. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് നമ്മൾ ഹാംഫുൾ ആവുന്നില്ല, അതായത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നില്ല, കില്ലിയില്ല, ബാക്ടീരിയനെ കില്ലിയില്ല. ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാക്ടീരിയനെ കില്ല് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക്കിന് എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ. ബാക്ടീരിയോസിഡലിന് എക്സാമ്പിൾ ആണ് പെനിസിലിൻ, അമിനോഗ്ലൈക്കോസൈഡ്സ്. നെക്സ്റ്റ്, ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ കെമിക്കൽ സ്ട്രക്ചർ ഉള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിലൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത്? ടെട്രാസൈക്ലിക് റിംഗ്. അതിനെ തന്നെ നമ്മൾ ബീറ്റാ-ലാക്ടം റിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സിലെ ഒരു കോമൺ സ്ട്രക്ചറാണ് ബീറ്റാ-ലാക്ടം റിംഗ്. അതിൻ്റെ ക്ലിനിക്കൽ യൂസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം എന്ന് പറയുന്ന ഓൾസോ കോൾഡ് ആസ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ്. ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. സോ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൻ്റെ സിന്തസിസിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുവഴി ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ സെൽ വാളിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്കും അതുപോലെ തന്നെ റിജിഡിറ്റിക്കും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. സോ അതുവഴി എന്ത് ചെയ്യും? സെൽ ലൈസിസും ബാക്ടീരിയൽ ഡെത്തും കോസ് ചെയ്യും. അഡ്വേഴ്സ് എഫക്ട്സ് അല്ലെങ്കിൽ ADR ആണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ലൈക്ക് സ്കിൻ റാഷ്, GI ഡിസ്റ്റർബൻസസ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ്, ഹെമറ്റോളജിക്കൽ എഫക്ട്സ്, ന്യൂറോടോക്സിസിറ്റി. അടുത്തത് ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് SAR ആണ്. SAR എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതെങ്ങനെ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യും എന്നതാണ് നമ്മൾ SAR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ ഒരു കോമൺ സ്ട്രക്ചറാണ് എന്ത്? ബീറ്റാ-ലാക്ടം റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എസെൻഷ്യലാണ്. അതുപോലെ ഇതിൽ C+O ഗ്രൂപ്പ് എസെൻഷ്യലാണ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. നൈട്രജൻ ഗ്രൂപ്പ് എസെൻഷ്യലാണ്. നൈട്രജൻ്റെ റിമൂവലോ സബ്സ്റ്റിറ്റ്യൂഷനോ വരുമ്പോൾ അത് ഇനാക്റ്റീവ് കോമ്പൗണ്ടാണ് റിസൾട്ട് ചെയ്യുക. പിന്നെ ഈ ബീറ്റാ-ലാക്ടം റിങ്ങിലോട്ട് നമ്മളൊരു സെക്കൻഡ് ഹെട്രോസൈക്ലിക് റിങ് വന്ന് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് പെൻസിലിൻ, സെഫലോസ്പോറിൻ. രണ്ടിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് പെൻസിലിൻ്റെ സ്ട്രക്ചർ. ഈ പെൻസിലിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബീറ്റാ-ലാക്ടം റിങ് കാണുന്നുണ്ട്. അതൊരു തൈസോളിഡിൻ റിങ്ങുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെൻസിലിൻ കിട്ടുന്നത്. അതുപോലെ സെഫലോസ്പോറിൻ ബീറ്റാ-ലാക്ടം റിങ് ഒരു
ഡൈഹൈഡ്രോതൈസിൻ റിങ്ങുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെഫലോസ്പോറിൻ കിട്ടുന്നത്. ഇത്രയാണ് SAR ഓഫ് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ്. ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പെൻസിലിൻ, സെഫലോസ്പോറിൻ, കാർബപീനം, മോണോബാക്ടം. പെൻസിലിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പെൻസിലിൻ G, പെൻസിലിൻ V, മെറ്റിസിലിൻ, ഓക്സാസിലിൻ, ലൈക്ക് ദാറ്റ്. സെഫലോസ്പോറിന് തന്നെ ഡിഫറെൻറ്റ് ജനറേഷൻസ്, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഓരോന്നിൻ്റെയും ടൈപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബപീനം എക്സാമ്പിൾ ആണ് ഇമിപ്പീനം, മെറോപ്പീനം, ഡോറിപ്പീനം. മോണോബാക്ടം ഉണ്ട്, എക്സാമ്പിൾ ആണ് ആസ്ട്രിയോണം. അടുത്തത് പെൻസിലിൻ ആണ്. ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ അവിടെ പറഞ്ഞു ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ്, അതിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്കിലെ കോമൺ ഫീച്ചർ ആണ് ബീറ്റ ലാക്ടം റിംഗ്. അപ്പോൾ പെൻസിലിനും എന്തായിരിക്കും ഒരു കോമൺ ഫീച്ചർ ആയിരിക്കും ബീറ്റ ലാക്ടം റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റ ലാക്ടം റിംഗ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ഇത് പെൻസിലിയം നൊട്ടേറ്റം പോലെയുള്ള പെൻസിലിയം ജീനസ് എന്നാണ് പെൻസിലിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കോമൺ സ്ട്രക്ചറൽ ഫീച്ചറാണ് ബീറ്റ ലാക്ടം റിംഗ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ഒരു ബേസിക് സ്കെലട്ടനെ, ഇതാണ് പെൻസിലിൻ്റെ ബേസിക് സ്കെലട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ ബേസിക് സ്കെലട്ടനെയാണ് നമ്മൾ 6 അമിനോ പെൻസിലാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ 6 അമിനോ പെൻസിലാനിക് ആസിഡിൽ ഈ 6 ഗ്രൂപ്പിൽ വരുന്ന ചേഞ്ചസ്, 6 ഗ്രൂപ്പിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് പെൻസിലിൻ ഗ്രൂപ്പ്സ്, ഡിഫറെൻറ്റ് പെൻസിലിൻ ഡ്രഗ്സ് ആയിട്ട് അത് മാറുന്നത്. അപ്പോൾ ഈ 6 അമിനോ പെൻസിലാനിക് ആസിഡ് ആണ് ഇവിടുത്തെ ബേസിക് സ്കെലട്ടൻ എന്ന് പറയുന്നത്. അടുത്തത് പെൻസിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പെൻസിലിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ബേസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ബേസ്ഡ് ഓൺ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി. ബേസ്ഡ് ഓൺ നേച്ചർ പെൻസിലിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ പെൻസിലിൻ, സെമി സിന്തറ്റിക് പെൻസിലിൻ, പെൻസിലിൻ കോമ്പിനേഷൻ. നാച്ചുറൽ പെൻസിലിൻ്റെ എക്സാമ്പിൾ ആണ് ബെൻസൈൽ പെൻസിലിൻ. സെമി സിന്തറ്റിക് പെൻസിലിൻ്റെ എക്സാമ്പിൾ ആണ് ആംബിസിലിൻ, അമോക്സിസിലിൻ, മെഥാസിലിൻ. പെൻസിലിൻ കോമ്പിനേഷൻ എക്സാമ്പിൾ ആണ് ബെൻസാത്തിൻ, പ്രൊക്കെയിൻ. Based on spectrum of activity, effective against gram-positive bacteria, example benzyl penicillin, ampicillin, oxacillin. Effective against gram-negative bacteria, tamoxicillin. Broad spectrum ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ് ആംബിസിലിൻ, അമോക്സിസിലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പെൻസിലിൻ എന്താണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അടുത്തത് പെൻസിലിൻ്റെ SAR ആണ്. SAR ഓഫ് പെൻസിലിൻ. പെൻസിലിൻ്റെ SARൽ നമുക്ക് മെയിനായിട്ട് അറിയാം എന്ത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 അമിനോ പെൻസിലാനിക് ആസിഡ് ആണ് ഇവിടുത്തെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അത് എസെൻഷ്യൽ ആണ്. പിന്നെ ബേസിക് സ്കെലട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ C5, C6 ആൻഡ് അസൈൽ അമിനോ സൈഡ് ചെയിൻ, ഇതിൽ സിസ് ടൈപ്പ് സ്റ്റീരിയോ കെമിസ്ട്രി ആണ്, അതും ഓൾറെഡി റിക്വയർഡ് ആണ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്, അവിടെ 2 റിങ് നമ്മൾ ഫ്യൂസ് ചെയ്തിരിക്കുക, ബീറ്റ ലാക്ടം റിങ്ങും ടൈസോളിഡിൻ റിങ്ങും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പെൻസിലിൻ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അത് പറയണം. അതുപോലെ തന്നെ സ്ട്രെയിൻഡ് ബീറ്റ ലാക്ടം റിങ് എസെൻഷ്യൽ ആണ്, സ്ട്രെയിനിങ് കൂടുന്തോറും നമുക്ക് ആക്ടിവിറ്റി കൂടുന്നുണ്ട്. പിന്നെ ഈ ബീറ്റ ലാക്ടം റിങ്ങിലാണ് നമ്മൾ മെക്കാനിസത്തിൽ എന്താ പറഞ്ഞത്, ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ആ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഈ പെൻസിലിൻ്റെ ബീറ്റ ലാക്ടം റിങ്ങിൻ്റെ പോർഷനാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ 4th പൊസിഷനിലുള്ള സൾഫർ റിംഗ് ആണ്, അത് എസെൻഷ്യൽ അല്ല. കാരണം സൾഫർ ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫോണോ സൾഫോക്സൈഡോ ആയിട്ട് മാറുകയാണെങ്കിൽ ആക്ടിവിറ്റി ഡിക്രീസ് ആവും. സോ അവിടെ സൾഫർ എസെൻഷ്യൽ അല്ല. അടുത്തത് ഫസ്റ്റ് പൊസിഷനിലുള്ള നൈട്രജൻ എസെൻഷ്യൽ ആണ്. 7th പൊസിഷനിലുള്ള C+O ഗ്രൂപ്പും എസെൻഷ്യൽ ആണ്. പിന്നെ ഈ അസൈൽ അമിനോ സൈഡ് ചെയിൻ 6th പൊസിഷനിലുള്ള അസൈൽ അമിനോ സൈഡ് ചെയിനും എസെൻഷ്യൽ ആണ്. ഈ അസൈൽ അമിനോ സൈഡ് ചെയിനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോഴാണ് അവിടെ ആക്ടിവിറ്റീൻ്റെ സ്ട്രെങ്തനിങ്, സ്റ്റെബിലിറ്റി, റെസിസ്റ്റൻസ്, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു അസൈൽ അമിനോ സൈഡ് ചെയിനിൽ C+O അതിനോട് അടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റം, അതായത് ആൽഫ കാർബൺ ആറ്റത്തിൽ എന്തെങ്കിലും ഗ്രൂപ്പ്സ്, അതായത് ഇപ്പോൾ പോളാർ ഗ്രൂപ്പ്സ് ആവട്ടെ അല്ലെങ്കിൽ അയണൈസ്ഡ് ഗ്രൂപ്പ്സ് ആവട്ടെ, ലൈക്ക് അമിനോ ഹൈഡ്രോക്സിൽ, കാർബോക്സിൽ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് എന്താണ്, ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുപോലെ CH2NH2 ഗ്രൂപ്പ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു ആക്ടിവിറ്റി അവിടെ കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് CH2NH2 ഗ്രൂപ്പ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് ആംബിസിലിൻ. അതുപോലെ പോളാർ അയണൈസ്ഡ് ഗ്രൂപ്പ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്നതിൻ്റെ എക്സാമ്പിളാണ് കാർബെൻസിലിൻ. അപ്പോൾ ഇത്രയാണ് പെൻസിലിൻ്റെ SAR പറഞ്ഞത്. അപ്പോൾ ഓരോ പൊസിഷൻസും ശ്രദ്ധിക്കുക, ആ ഓരോ പൊസിഷൻസുള്ള ഓരോ ഗ്രൂപ്പ്സ് അവിടെ എസെൻഷ്യൽ ആണോ, ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ അത് ബയോളജിക്കൽ ആക്ടിവിറ്റീനെ എഫക്ട് ചെയ്യും. ഇതാണ് മെയിൻലി SARൽ നമുക്ക് പറയാനുള്ളത്.
അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻസിലിൻ ഡ്രഗ്സ് ആണ്. അപ്പോൾ പെൻസിലിൻ ഡ്രഗ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് പെൻസിലിൻ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറും ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട അതേ 6 അമിനോ പെൻസിലാനിക് ആസിഡിൻ്റെ സെയിം സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ 6 അമിനോ പെൻസിലാനിക് ആസിഡിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ 6 ഗ്രൂപ്പിൽ മാത്രമുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ഓരോ പെൻസിലിൻ ഡ്രഗ്സിന് വരിക എന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ 6 ഗ്രൂപ്പിൽ എന്താ വരുന്നത്, C6H5CH2 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഈ C6H5CH2 ഗ്രൂപ്പ് നമ്മുടെ 6 പൊസിഷനിൽ വെക്കുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും, പെൻസിലിൻ ജി. പെൻസിലിൻ ജീനെ തന്നെ നമ്മൾ ഓൾറെഡി എന്തും കൂടി പറയും, ബെൻസൈൽ പെൻസിലിൻ എന്നും പറയും. ഇത് ഫസ്റ്റ് ബയോസിന്തറ്റിക്കലി ഡിറൈവ്ഡ് ഡ്രഗ് ആണ്. ഇത് തയസോളിഡിൻ റിംഗ് ഉണ്ട്, സൈഡ് ചെയിൻ ഉണ്ട്. ഇത് ഫിനൈൽ മീഥാൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. C6H5CH2 ഫിനൈൽ മീഥാൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് അവിടെ കാണുന്നത്. പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് മെയിൻലി കാരണം ആരാ, ബീറ്റാ ലാക്ടം റിംഗ് ആണ്. പിന്നെ സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ADR എന്ന് പറയുന്നത് സ്കിൻ റാഷ്, ഹിമോലൈറ്റിക് അനീമിയ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി. Na+K+ സോൾട്ട് ഫോമിലാണ് നമ്മളിത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അടുത്തതാണ് പെൻസിലിൻ വി. പെൻസിലിൻ വീനെ നമ്മൾ ഫിനോക്സി മീഥാൽ പെൻസിലിൻ എന്നും പറയും. അപ്പോൾ ഇവിടെ 6 ഗ്രൂപ്പിൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, C6H5OCH2. പെൻസിലിൻ ജിയും പെൻസിലിൻ വിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. പെൻസിലിൻ ജിയിൽ 6 ഗ്രൂപ്പിൽ C6H5CH2 ആണ്, പെൻസിലിൻ വിയിൽ C6H5OCH2 ആണ് വരുന്നത്. ഇത് ഓറലി ആക്റ്റീവ് ആണ്. നമ്മൾ ലെസ് സിവിയർ ഇൻഫെക്ഷൻസിലാണ് ചൂസ് ചെയ്യുക. ADR ഹൈപ്പർ സെൻസിറ്റിവിറ്റി. പിന്നെ മൈൽഡ് ടു മോഡറേറ്റ് ഇൻഫെക്ഷൻസ്, ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് കാരണം ഉണ്ടാകുന്ന മൈൽഡ് ടു മോഡറേറ്റ് ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഓക്സാസിലിൻ ആൻഡ് ക്ലോസാസിലിൻ. അപ്പോൾ അവിടെ 6 ഗ്രൂപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ഡിഫറൻസ് ആണ് എല്ലാ പെൻസിലിൻ ഡ്രഗ്സിലും വരുന്നത്. അപ്പോൾ ഓക്സാസിലിനും ക്ലോക്സാസിലിനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നോക്കി നോക്കൂ. ഓക്സാസിലിനിൽ ഒരു ക്ലോറിനാറ്റം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോക്സാസിലിനാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രക്ചേഴ്സ് പഠിക്കാൻ ഈസി ആയിരിക്കും. മെഡിസിനൽ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെ നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ ഭയങ്കര കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്സാസിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോഹൈഡ്രേറ്റ് സോൾട്ടിൻ്റെ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പെൻസിലിനീസിനോട് ഹൈലി റെസിസ്റ്റൻ്റ് ആയിരിക്കും. ADR ഫീവർ, ബോഡി പെയിൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഹീമോലൈറ്റിക് അനീമിയ, സ്റ്റെഫൈലോകോക്കൈ അല്ലെങ്കിൽ സെവറൽ സ്കിൻ ആൻഡ് സർജിക്കൽ ഇൻഫെക്ഷൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സാസിലിൻ യൂസ് ചെയ്യും. ക്ലോക്സാസിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADR നോസിയ, വൊമിറ്റിംഗ്, ഹെപ്പറ്റൈറ്റിസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, പിന്നെ ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോക്സാസിലിൻ യൂസ് ചെയ്യുക. അടുത്തത് ഡൈക്ലോക്സാസിലിൻ. ഡൈക്ലോക്സാസിലിനും ഓക്സാസിലിനും ക്ലോക്സാസിലിനൊക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ക്ലോക്സാസിലിൻ്റെ കൂടെ ഒരു ക്ലോറിനാറ്റം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈക്ലോക്സാസിലിൻ്റെ സ്ട്രക്ചർ കിട്ടും. പിന്നെ മെത്തിസിലിൻ, ടിക്കാർസിലിൻ ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെൻസിലിൻ ഡ്രഗ്സ് പഠിക്കാൻ കുറച്ച് ഈസിയാണല്ലേ. ആ 6 അമിനോ പെൻസിലാനിക് ആസിഡിൻ്റെ ബേസിക് സ്കെൽട്ടൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, അതിൻ്റെ മെക്കാനിസം, യൂസ്, ADR, SAR കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ബീറ്റാ ലാക്ടത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള പെൻസിലിനെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞത്. പെൻസിലിൻ്റെ ക്ലാസിഫിക്കേഷൻ, SAR പറഞ്ഞു. SAR ഓഫ് പെൻസിലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പെൻസിലിൻ്റെ ഡ്രഗ്സ്, പെൻസിലിൻ ജി, പെൻസിലിൻ ബി, ഓക്സാസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ, മെത്തിസിലിൻ, ടിക്കാർസിലിൻ. ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം വിത്ത് സെഫലോസ്പോറിൻ ആൻഡ് അതർ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാർമ ഫോക്കസിലൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.